അതിജീവിതരുടെ അഭിപ്രായങ്ങളെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ സുരേഷ്? ശ്രീ അരുൺ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇനി അടുത്ത കാര്യം പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റാണ്? അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ, ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾ കുത്തി ചോദിക്കുന്ന സുരേഷ് ഗോപി എപ്പോഴാണ് എംഎംഎയുടെ പ്രതിനിധിയാവുന്നത്, എപ്പോഴാണ് മന്ത്രിയാവുന്നത്, എപ്പോഴാണ് ഭരത്ചന്ദ്രനാവുന്നത്, എപ്പോഴാണ് MP ആവുന്നത്, എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ? അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ? ഇപ്പൊ സുരേഷ് ഇറങ്ങി വരുന്നത് ഒരു അമ്പലത്തിൽ നിന്നാണെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം ചോദിച്ചാൽ സുരേഷ് എന്താ പറയുക? സുരേഷ് പറയുന്നത് ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണോ? സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ? സുരേഷ് നമുക്ക് എത്ര തവണ ബൈറ്റ് തന്നിട്ടുണ്ട്? സുരേഷ് ഇറങ്ങി വരുന്നത് ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ചാളയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത്? സുരേഷ് ഗോപി ഒരു ചായക്കടയിൽ നിന്ന് വന്നാൽ പഴംപൊരിയെ കുറിച്ചാണോ ചോദിക്കേണ്ടത്? ചോദ്യം കഴിഞ്ഞോ ശ്രീ അരുൺ? അതെ, കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഈ ബൈറ്റും അതിൻ്റെ അടുത്ത ദിവസം ശ്രീ ജോർജ് കുര്യൻ, ഇതുപോലുള്ളൊരു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഞങ്ങളുടെ 1980കളിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CC കുഞ്ഞൻ എന്ന് പറയുന്ന മുതിർന്ന 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേന്ദ്രത്തിൽ ഫിഷറീസ്, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്, ന്യൂനപക്ഷവുമാണ്. ഞാൻ സാംസ്കാരിക വകുപ്പല്ല നോക്കുന്നത്. ഞാൻ അതുകൊണ്ട് കേരളത്തിലെ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഞാൻ അങ്ങനെയല്ല വരുന്നത് എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. സുരേഷ് ആദ്യം പറഞ്ഞു ജോർജ് കുര്യനെ നമ്മൾ ബഹുമാനിക്കുന്നതും ജോർജ് കുര്യൻ പറഞ്ഞതിനെ നമ്മൾ ഒരു വിമർശനത്തോട് കാണാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് അദ്ദേഹം വസ്തുതയാണ് പറഞ്ഞത്. അതിനോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം സിനിമാ മേഖലയിലുള്ള ഒരാളല്ല. പക്ഷെ താങ്കളുടെ MP, നമ്മളുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളാണ്. 3 സിനിമാ അഭിനയത്തിന് വേണ്ടി കരാർ വാങ്ങണോ എന്നത് പാർട്ടിയോട് ചോദിച്ചിരിക്കുന്നയാളാണ്. AMMയിലെ അംഗമാണ്. ആ അംഗത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കണ്ടേ? ആ അംഗത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുക? ഇനി മറുപടി പറയാതെ പോയോ സുരേഷ് ഗോപി? സുരേഷ് മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങൾക്കുള്ള മറുപടി കൂടാ. ആ മറുപടി എന്താ? കോടതി തീരുമാനിക്കട്ടെ എന്നാ. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതിനെ?